പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാലക്കാട് MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന മൂന്നാമത്തെ കേസ്, അതിന് വേണമെങ്കിൽ ബലാത്സംഗ കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ആ നിഷേധിച്ചതിനെ തുടർന്ന് ആ കേസ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള വാദങ്ങൾ നടന്നു. ആ വാദങ്ങൾ നടന്നതിനെ തുടർന്ന് ജനുവരി 28 പത്തനംതിട്ട സെഷൻസ് കോടതി ജഡ്ജ് N. ഹരികുമാർ 18 പേജുള്ള ഒരു വിധിന്യായത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയുണ്ടായി. ഈ വിധിന്യായം പുറത്തു വന്ന ദിവസം തന്നെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നല്ലോ. അതിനെതിരായിട്ടുള്ള അപ്പീല് ഹൈക്കോടതിയിലും അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാദം കഴിഞ്ഞതിന് ശേഷം അത് വിധിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട സെഷൻസ് കോടതി ജഡ്ജ് N. ഹരികുമാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള മൂന്നാമത്തെ കേസിൽ അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് പരിശോധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് വന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ബലാത്സംഗ കേസുകൾ നമ്മൾ ഇതുപോലെ തന്നെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി നമ്മൾ വിശകലനം ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു, അത് നമ്മൾ വിശകലനം ചെയ്തു. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു, അതും നമ്മൾ വിശകലനം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലും നമ്മൾ ഈ വിധിന്യായം വിശകലനം ചെയ്യാൻ പോകും. സുഹൃത്തുക്കളെ, ഞാനിതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് വിധിന്യായങ്ങൾ വിശകലനം ചെയ്ത വീഡിയോകളിലൊക്കെ തന്നെ ആമുഖമായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ വീഡിയോയുടെ ആമുഖത്തിലും വിശദമാക്കണം എന്നെനിക്ക് തോന്നുന്നു. അത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുള്ള എൻ്റെ നിലപാടാണ്. ആ നിലപാടൊന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു യുവജന നേതാവ് എന്നുള്ള നിലയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകനും പ്രത്യേകിച്ച് ഒരു യുവജന നേതാവിനും ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഖണ്ഡിതമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള എൻ്റെ നിലപാട്. അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും ഞാനത് ആവർത്തിക്കാറുണ്ട്. അത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അതിന് ആമുഖമായി ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകന് ചേർന്ന പെരുമാറ്റമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീകളോടുള്ളത് എന്നത് അടിവരയിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞ റീട്രേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് റീട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് സെഷൻസ് കോടതി പ്രഖ്യാപിച്ച വിധിന്യായമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ വിധിന്യായം വിശകലനം ചെയ്തപ്പോഴും രണ്ടാമത്തെ വിധിന്യായം വിശകലനം ചെയ്തപ്പോഴും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വിധിന്യായങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒന്നാമത്തെ ബലാത്സംഗ കേസും രണ്ടാമത്തെ ബലാത്സംഗ കേസും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നും, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരായി കെട്ടിച്ചമച്ച കൃത്രിമമായ മാനിപ്പുലേറ്റ് ചെയ്ത കേസുകളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ കേസ് വിശകലനം ചെയ്തപ്പോഴും രണ്ടാമത്തെ കേസ് വിശകലനം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ കേസ് ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. ചെയ്തതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ നിരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ കേസ് പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ വിശകലനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറയാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മൂന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ
ആ കേസിൽ പരാതിക്കാരി ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. എന്നാലും അത് വിശദമായി ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു നിരീക്ഷണത്തിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ശ്രമിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ പരാതിക്കാരി ഉന്നയിച്ച പരാതിയെക്കുറിച്ചിട്ട് വിശദമായി മൂന്നാമത്തെ ഖണ്ഡികയിൽ കോടതി പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തിരുവല്ലയിലുള്ള ക്ലബ് 7 ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ച് മാർച്ച് 8, 2024 ഏതാണ്ട് 1 മണിക്ക് അവിടെ ചെല്ലുകയും അതിനുശേഷം പിന്നീട് വളരെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരല്പം അശ്ലീലമൊക്കെ കലർന്നതായതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വളരെ ക്രൂരമായി പരാതിക്കാരി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതാണ് പരാതിക്കാരിയുടെ വാദം. അതിനെ പ്രതിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അതിശക്തമായി എതിർത്തു. ആ വാദങ്ങളും പരാതിക്കാരിയുടെ വാദവും പ്രതികളുടെ വാദവും ഒക്കെ തന്നെ വളരെ വിശദമായി ആദ്യത്തെ 9 ഖണ്ഡികകളിൽ കോടതി വിശദീകരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, 11ാമത്തെ ഖണ്ഡിക മുതലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ വിശദമാക്കുന്നത്. അത് 11ാമത്തെ ഖണ്ഡിക മുതൽ. 11ാമത്തെ ഖണ്ഡികയിൽ കോടതി വിശദീകരിച്ച് തുടങ്ങുമ്പോൾ കോടതി പറയുന്നത്, ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിക്കാരിയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് പരാതിക്കാരുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു. പരാതിക്കാരിയോ പരാതിക്കാരിയുടെ ഭർത്താവോ നിയമപരമായി ഈ തങ്ങളുടെ വിവാഹബന്ധം ഡിസോൾവ് ചെയ്യുന്നതിന്, അതില്ലാതാക്കുന്നതിന്, അത് വേണ്ടെന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികളൊന്നും എടുത്തതായി കാണുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നത്, ഈ പരാതിക്കാരി പറയുന്നതനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വാദം എങ്ങനെയാണ് നിലനിൽക്കുക? കാരണം അവർ നിയമപരമായി ആ പരാതിക്കാരി ഒരു വിവാഹബന്ധം നിലനിർത്തുകയാണ്. അങ്ങനെ നിലനിർത്തുമ്പോൾ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വാദം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കുന്നത്, കോടതി ഉന്നയിക്കുന്ന ആദ്യമായിട്ടുള്ള ചോദ്യം. എന്ന് മാത്രമല്ല, കോടതി പറയുന്നത്, ഈ പരാതിക്കാരി പിന്നീട് പറയുന്നത് അവർ സ്വമേധയാ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സ്വമേധയാ കാണണമെന്നാവശ്യപ്പെട്ടെന്നും, notwithstanding the fact that they had never met earlier in person and their acquaintance was confined only to communication through social media, telephonic conversations and WhatsApp messages. അതായത് ഇതിനു മുമ്പുള്ള അവരുടെ ബന്ധം ഫോണിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ആയിരുന്നു ബന്ധമെങ്കിലും പരാതിക്കാരിയാണ് ആദ്യം സ്വമേധയാ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പരാതിക്കാരനെ കാണണം എന്നാവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവത്തിന് ശേഷവും പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയെന്നും there were subsequent interactions between them എന്ന് മാത്രമല്ല, അവർ സംയുക്തമായി പാലക്കാട് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു എന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ, പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തു രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞതിന് ശേഷവും അവർ തമ്മിലുള്ള ഇടപെടൽ തുടർന്നുവെന്നും അവർ സംയുക്തമായി പാലക്കാട് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ആലോചിച്ചുവെന്നും അത് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് വാങ്ങിക്കാതിരുന്നത് എന്നും പറയുന്നു. എന്ന് മാത്രമല്ല, പരാതിക്കാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷവും അവർ രാഹുൽ മാങ്കൂട്ടത്തിന് പലതവണ പണം കൈമാറ്റം ചെയ്തു എന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് കാണുന്നു. അതിനുശേഷം കോടതി പറയാണ്, എന്നാൽ പരാതിക്കാരി പറയുന്നത് താൻ ഈ വിഷയം പുറത്തു പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് തന്നെപ്പോലെ പല പെൺകുട്ടികളും പരാതിക്കാരനെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ചു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് എന്നാണ്. അതായത്, according to her, she made the incident public only after she came to know that certain other women also had raised allegations of sexual abuse against the petitioner. എന്നിട്ട് കോടതി പറയാൻ, all these circumstances taken together
ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ are matters which require a detailed appreciation of evidence to determine whether the offense of rape has been made out. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം തെളിയുന്നത് എന്താണ്? സാഹചര്യങ്ങളെല്ലാം കൂടി കോടതി പരിശോധിച്ച് നോക്കുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് കോടതിക്ക് ബലാത്സംഗം നടന്നു എന്ന് ഉള്ള നിരീക്ഷണത്തിൽ എത്താൻ കഴിയുന്നില്ല. ഇതാണ് 11ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ബലാത്സംഗം നടന്നു എന്നുള്ള കാര്യം ഈ കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് കോടതി പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു എന്നുള്ളതാണ്. അതാണ് കോടതി അടുത്തതായിട്ട് പരിശോധിച്ചത്. അതിൽ പ്രബീർ പുരക്കായസ്ഥ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ട് 2024. ആ കേസിൽ റീസൺസ് ഓഫ് അറസ്റ്റും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും വ്യത്യസ്തമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കുമെന്ന് തോന്നുമെങ്കിലും റീസൺസ് ഓഫ് അറസ്റ്റ് അല്ല, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ച്വൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ആരോപണങ്ങൾ. എന്തൊക്കെ വസ്തുനിഷ്ഠമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ളത്, അതായത് വിച്ച് നെസസിറ്റേറ്റഡ് ദ അറസ്റ്റിന് കാരണമായിട്ടുള്ള ഗ്രൗണ്ട്സ് എന്താണ് എന്ന് മാത്രമല്ല, ആ കാരണങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആളെ കൃത്യമായി അറിയിക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചിരുന്നോ? അത് CRPCയിലെ സെക്ഷൻ 50 പറയുന്നത്. അത് അറിയിച്ചില്ല എന്നാണ് കോടതി പറയുന്നത്. Therefore, as rightly argued by the learned counsel of the petitioner, grounds of arrest were not communicated to the petitioner in the manner mandated by law. നിയമത്തിൽ പറയുന്നതനുസരിച്ച് CRPC സെക്ഷൻ 50 പ്രകാരം പരാതിക്കാരനെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അറിയിച്ചിരുന്നില്ല. ആ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് ദ അറസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഡിഡ് നോട്ട് സ്ട്രിക്ട്ലി കംപ്ലൈ വിത്ത് ദ മാൻഡറ്ററി റിക്വയർമെന്റ്സ് അണ്ടർ സെക്ഷൻ 50 ഓഫ് CRPC, അതായത് BNSSലെ സെക്ഷൻ 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചുള്ളതായിരുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് 15ാമത്തെ ഖണ്ഡികയിലാണ് കോടതി പറയുന്നത്. അത് വേറൊരു നടപടിക്രമമാണ്. വേറൊരു നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടപടിക്രമം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി കിട്ടി 3 ദിവസത്തിനുള്ളിൽ ആ പരാതി കൊടുത്തയാള് പരാതിക്കാരി ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടണം എന്നാണ് 2023 BNSSലെ 173(2) എന്ന് പറയുന്നിട്ടുള്ള വകുപ്പ് പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ പരാതിയിൽ ഒപ്പിടണം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കോടതി പറയുന്നത് കോടതിയുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം പരാതിക്കാരി ഈ BNSSലെ 173(2) എന്ന വകുപ്പ് പ്രകാരം 3 ദിവസത്തിനുള്ളിൽ പരാതിയിൽ ഒപ്പുവെച്ചതായി അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പുവെച്ചതായി കാണുന്നില്ല. അതാണ് കോടതി 15ാം പാരഗ്രാഫിൽ പറയുന്നു. അതായത് ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് ദർ ഇസ് നോൺ കോംപ്ലയൻസ് വിത്ത് ദ റിക്വയർമെന്റ് അണ്ടർ സെക്ഷൻ 173(2) ഓഫ് BNSS വിച്ച് മാൻഡേറ്റ്സ് ദാറ്റ് ഇൻഫർമേഷൻ റിസീവ്ഡ് ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇമെയിലായിട്ടൊക്കെ കിട്ടിയാൽ ഷാൽ ബി സൈൻഡ് ബൈ ദ ഇൻഫോർമന്റ് വിത്തിൻ 3 days. അപ്പോൾ ഇവരുടെ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സൂം മീറ്റിങ്ങിൽ കൂടെയാണ് ഇവരുടെ പരാതി കിട്ടിയത്. ഇമെയിലിലാണ് പരാതി കിട്ടിയത്. അതിൽ 3 ദിവസത്തിൽ ഒപ്പുവെക്കണമായിരുന്നു, ഒപ്പുവെച്ചിട്ടില്ല. The records placed before this court did not prima facie demonstrate such a compliance. In the absence of compliance with the aforesaid statutory requirement, a question arises as to whether a legally valid first information can be said to have been furnished in the manner contemplated under law.
അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ ഒപ്പ് കിട്ടാത്തതുകൊണ്ട് ഉയരുന്ന ചോദ്യം, ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നിയമപ്രകാരമുള്ളതാണോ എന്ന് സംശയമുണ്ട്. ഈ വിഷയം എന്ത് ചെയ്യുന്നു? ഈ വിഷയം ഇറ്റ് ഡസ് കാസ്റ്റ് എ ഷാഡോ ഓൺ ദ പ്രൊസീഡിയർ റെഗുലാരിറ്റി, അതായത് നടപടിക്രമങ്ങളുടെ മേൽ ഒരു നിഴൽ വീഴ്ത്തുകയാണ് സറൗണ്ടിങ് ദ രജിസ്ട്രേഷൻ ഓഫ് FIR ആൻഡ് ഇസ് എ ഫാക്ടർ വിച്ച് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് വൈൽ കൺസിഡറിങ് ദി പ്രസന്റ് ആപ്ലിക്കേഷൻ ഓഫ് ബെയിൽ. മനസ്സിലായി? അതാണ് കോടതി പറഞ്ഞത്. അതായത് ഒരു പരാതിക്കാരി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ കൂടി പരാതി കൊടുത്താൽ BNSSലെ 173(2) പ്രകാരം 3 ദിവസത്തിൽ ഒപ്പിട്ടതായി കാണുന്നില്ല. അതുകൊണ്ട് നിയമപ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് അല്ല ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അവസാനമായി കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് 16ാമത്തെ ഖണ്ഡികയിൽ. അതായത് പരാതിക്കാരിയുടെ മൊഴി പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭഛിദ്രം നടന്നതിന് ശേഷവും അവർ കേരളത്തിൽ അവരുടെ താമസ സ്ഥലത്തേക്ക് വന്നതായി കാണുന്നു. Despite the allegation that the petitioner had disowned the responsibility of pregnancy and notwithstanding the miscarriage suffered by her, അതായത് മൊഴിയിൽ പറയുന്നുണ്ടല്ലോ ഈ ഗർഭം ധരിപ്പിച്ചത് താനാണ് എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറിയെന്നും ഗർഭഛിദ്രം ഉണ്ടായതിനു ശേഷവും there appears to have been no immediate attempt on her part to initiate criminal proceedings alleging forcible sexual intercourse. അതായത് തന്നെ ഗർഭം ധരിപ്പിച്ചു എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പരാതിക്കാരൻ പിന്മാറിയതിനു ശേഷവും ഗർഭഛിദ്രം നടന്നതിന് ശേഷവും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു എന്നുള്ള നിലയിൽ പരാതി കൊടുക്കാൻ വേണ്ടി പരാതിക്കാരി ശ്രമമൊന്നും നടത്തിയതായി കാണുന്നില്ല. എന്നു മാത്രമല്ല, അവർ കാനഡയിലേക്ക് തിരിച്ചു പോയതിനു ശേഷം പരാതിക്കാരനുമായി പിന്നെയും നല്ല ബന്ധത്തിൽ തുടർന്നതായി കാണുന്നു. അപ്പോൾ ഫോഴ്സിബിളായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നതിനെ തുടർന്ന് ക്രിമിനലായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, തന്നെ ഫോഴ്സിബിളായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തിയെന്ന് പറയുകയും തന്നെ മിസ്കാരേജ് വരുത്താൻ വേണ്ടി ഉത്തരവാദിയാണെന്ന് പറയുകയും ചെയ്ത് തിരിച്ച് കാനഡയിലേക്ക് പോയ പരാതിക്കാരി അവിടെ ചെന്നതിന് ശേഷവും പരാതിക്കാരനുമായി നിരന്തരം ബന്ധപ്പെട്ടതായി കാണുന്നു. അതായത് അനക്ഷർ 3ഉം അനക്ഷർ 4ഉം സ്ക്രീൻഷോട്ട്സ് ഓഫ് വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നത് ഡിസംബർ 23 ഒക്ടോബർ 25 ഒക്കെ തന്നെ പരാതിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് കാണുന്നു. സുഹൃത്ത് ബന്ധം അവർ പുലർത്തിയിരുന്നു എന്ന് കാണുന്നു. എന്ന് പറഞ്ഞാൽ ഗർഭം ധരിപ്പിച്ചതിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞതിന് ശേഷവും ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതിന് ശേഷവും ഫോഴ്സിബിളായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നതിന് ശേഷവും കാനഡയിൽ പോയ പരാതിക്കാരി ഡിസംബർ 2024 ഒക്ടോബർ 2025 വീണ്ടും പരാതിക്കാരനുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലായിരുന്നു എന്ന് കാണുന്നു. എന്ന് മാത്രമല്ല, മറ്റ് സ്ത്രീകളെ പരാതിക്കാരൻ പീഡിപ്പിച്ചു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് മാത്രമാണ് പരാതിക്കാരി പരാതി സമർപ്പിച്ചതായി കാണുന്നത്. അതുവരെ അവർക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇവർ ഇത്രയും കാലമായിട്ട് പരാതി കൊടുക്കാതിരുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ സാഹചര്യത്തിൽ പരാതിക്കാരി പരാതി കൊടുക്കാൻ കാലതാമസം ഉണ്ടായത് അസ്യൂംസ് റിലവൻസ്. എന്നിട്ട് കോടതി പറയുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും പരാതി കൊടുക്കാൻ താമസിക്കുന്നത് ന്യായീകരിക്കത്തക്കതാണെങ്കിലും പരാതിക്കാരി തൻ്റെ മൊഴിയിൽ പരാതി കൊടുക്കാൻ 1 വർഷവും 9 മാസവും താമസിച്ചത് എന്താണ് എന്നുള്ളതിൻ്റെ കാരണം വിശദീകരിച്ചിട്ടില്ല. However, in her statement, the survivor has not articulated any specific explanation for the delay of about 1 year and 9 months in approaching the police. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ സാക്ഷികളെയോ അല്ലെങ്കിൽ അതിജീവിതയോ ഒന്നും സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം അവർ ഇവിടെ ഇല്ല, കാനഡയിലാണ്. എന്ന് മാത്രമല്ല, മറ്റ് സാക്ഷികളെ സ്വാധീനിക്കുന്നു പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം പരാതിക്കാരനും പരാതിക്കാരിയും മാത്രം ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പീഡനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വേറെ സാക്ഷികളൊന്നുമില്ല, അവിടെ അതിൽ കാര്യമില്ല. എന്ന് മാത്രമല്ല, 10-18 ദിവസം കോടതിയിൽ ജയിലിൽ കിടന്നു. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകുന്നു, മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു. ഇതാണ് കോടതി പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ന്യായങ്ങളെല്ലാം നമ്മൾ കോടതി പറഞ്ഞ ന്യായങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ. വളരെ
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വെച്ചാൽ ഈ എന്താണ് അറസ്റ്റ് നടപടിക്രമങ്ങളിലുള്ള ലംഘനമുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി കോടതി പറയുന്നുണ്ട്. ബലാത്സംഗം നടന്നു എന്നുള്ളതിന് തെളിവില്ല എന്നും കോടതി കൃത്യമായി പറയുന്നുണ്ട്. വിവാഹബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നടത്തി എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലാവുന്നില്ല എന്ന് കോടതി പറയുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 1 വർഷം 9 മാസവും താമസിച്ചു എന്നതിനെ കുറിച്ചിട്ട് കോടതി പറയുന്നുണ്ട്. തന്നെ ഫോഴ്സിബിളായി സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയെന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇവർ കാനഡയിൽ പോയതിനു ശേഷവും സുഹൃത്ത് ബന്ധം തുടർന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറഞ്ഞതിന് ശേഷവും ഇവർ തമ്മിൽ സുഹൃത്ത് ബന്ധം തുടർന്നു, ഇവർ സംയുക്തമായി പാലക്കാട് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3ാമത്തെ ബലാത്സംഗ കേസിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. സുഹൃത്തുക്കൾ, ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതും 1ഉം 2ഉം കേസുകൾ പോലെ തന്നെ കെട്ടിച്ചമച്ച കേസാണെന്ന് പ്രഥമ ദൃഷ്ട്യാ പത്തനംതിട്ട സെഷൻസ് കോടതിക്ക് കൃത്യമായി ബോധ്യമായതിനെ തുടർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അയാൾക്കെതിരെ വന്ന 3 ബലാത്സംഗ കേസുകളും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ പരിപൂർണമായി തകർന്നിരിക്കുകയാണ്. ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരായിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി കിടപ്പുണ്ട്. ആ കേസിലും കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് എന്ന് നമ്മൾ കാണണം. അവിടുന്നും അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാനാണ് സാധ്യത. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒരു പൊതുപ്രവർത്തകന് ചേർന്നതല്ല എന്ന് അടിവരയിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സംശയലേശമന്യെ നമ്മൾ പറയുമ്പോഴും അയാൾക്കെതിരെ ഉയർന്നു വന്ന 3 ബലാത്സംഗ പരാതികളും അയാളെ മനഃപൂർവ്വം കുരുക്കി അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഈ വിധിന്യായങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.